Hi all, welcome to Competitive Cracker. It's me, Vishnu Ashok. നമ്മൾ ഇന്ന് നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ചധികം ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം നെറ്റ് എക്സാം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വളരെയധികം നമ്മൾ ആഗ്രഹിച്ച് എഴുതി എടുക്കാനായിട്ട് ഒരുപാട് പ്രയത്നിക്കുന്ന ഒരു എക്സാം ആണ് അല്ലേ. അതായത് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു എയ്ഡഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു റിസർച്ചർ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു PhD ഒക്കെ എടുക്കാനായിട്ടൊക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നെറ്റ് എക്സാം അത്ര സിമ്പിൾ ഒന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി പഠിച്ചാൽ മാത്രം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത്, നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമേ ഈ ഒരു എക്സാം നമുക്ക് ക്വാളിഫൈഡ് ആകാൻ പറ്റത്തുള്ളൂ. പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെ, 1 മാർക്കിന് നെറ്റ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ JRF എത്താനായിട്ട് പറ്റിയില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ശരിയായിരുന്നെങ്കിൽ ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആയേനെ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തല്ല അവർ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു എക്സാം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ട് മാറുന്നില്ല. നമ്മൾ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഓരോ ഏരിയയും കവർ ചെയ്യുകയും ആ ഏരിയകളുടെ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ എക്സാം നല്ല മാർക്കോട് കൂടി തന്നെ, നല്ലൊരു സ്കോറോട് കൂടി തന്നെ ക്വാളിഫൈഡ് ആകാവുന്നതാണ്. JRF എന്നുള്ള നിങ്ങളുടെ സ്വപ്നം ഉറപ്പായിട്ട് നിങ്ങളിൽ എത്തിച്ചേരാനും സാധിക്കും. അപ്പം നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയറിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് ആ ഒരു ഏരിയ പഠിക്കുന്നതെന്നാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം ഇവിടെ നോക്കുക, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അക്കോർഡിംഗ് ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോംസ്, എ ലോൺ ഈസ് ക്ലാസിഫൈഡ് ആസ് എ നോൺ പെർഫോമിംഗ് അസറ്റ് if the interest or principal installment remain overdue for more than 30 days, 60 days, 90 days, 120 days. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഏത് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ മനസ്സിലാക്കി എടുക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതേതാണ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ് അല്ലെ, NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അല്ലെ, ഇത് ഏത് ഏരിയ ആണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തോണം? ആ ഏരിയ എന്ത് ചെയ്യുക? മനസ്സിലാക്കി ഇരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് അല്ലാത്തത്? നേരത്തെ വന്ന പ്രീവിയസ് ഇയറിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോഴും നമുക്ക് മനസ്സിലായ എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്നുള്ള ഏരിയ നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്? ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഏരിയയിൽ നിന്ന് എന്തുണ്ട്? ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് കറക്റ്റ്ലി കാറ്റഗറൈസ്ഡ് ആസ് ദ ടൈപ്സ് ഓഫ് assets in the bank's books according to their performance and overdue period. Overdue period അല്ലെങ്കിൽ പെർഫോമൻസ് വെച്ചുകൊണ്ട് ബാങ്കിന്റെ ബുക്കിൽ അസറ്റ്സുകളെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? സ്റ്റാൻഡേർഡ് അസറ്റ് ലെസ് ദാൻ 30 ഡേയ്സ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് 90 days to 6 months, ഡൗട്ട്ഫുൾ അസറ്റ്സ് മോർ ദാൻ 6 months, ലോസ് അസറ്റ് നോൺ റിക്കവറബിൾ. അടുത്ത് വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് അസറ്റ്സ് ജനറേറ്റിംഗ് ദ റെഗുലർ ഇൻകം, പിന്നെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് ഓവർഡ്യൂ ഫോർ 90 days to less than 12 months, ഡൗട്ട്ഫുൾ അസറ്റ്സ് ഓവർഡ്യൂ മോർ ദാൻ 12 months, ഇനി എന്താണ്? ലോസ് അസറ്റ്സ് നോൺ റിക്കവറബിൾ തന്നിട്ടുണ്ട്. ഇനി അടുത്ത സി തന്നേക്കുന്നത് എന്താ നോക്കിയേ. സ്റ്റാൻഡേർഡ് അസറ്റ്സ് ജനറേറ്റിംഗ് റെഗുലർ ഇൻകം, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് ഓവർഡ്യൂ ഫോർ ലെസ് ദാൻ 90 days, എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൗട്ട്ഫുൾ അസറ്റ്സ് ഓവർഡ്യൂ ഫോർ 90 days to 12 months, ലോസ് അസറ്റ് ഓവർഡ്യൂ ഫോർ മോർ ദാൻ 12 months. ഇനി അടുത്ത ഡി തന്നേക്കുന്നത് എന്താന്ന് നോക്കിയേ. സ്റ്റാൻഡേർഡ് അസറ്റ്സ് തന്നേക്കുന്നത് എന്താണ്? ജനറേറ്റിംഗ് റെഗുലർ ഇൻകം, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് തന്നേക്കുന്നത് എന്താണ്? ഓവർഡ്യൂ ഫോർ 90 days to less than 12 months, ഡൗട്ട്ഫുൾ അസറ്റ്സ് ഓവർഡ്യൂ ഫോർ 6 months to 12 months, ആൻഡ് ലോസ് അസറ്റ് എന്താണെന്നിരിക്കുന്നത്? നോൺ റിക്കവറബിൾ. അപ്പൊ നമുക്ക് ഇത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ അസറ്റുകളും നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള അസറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് ഓരോ അസറ്റുകളുടെയും പീരീഡ് എത്രയാണ്, അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അറിഞ്ഞാലേ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വരും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓരോ ക്വസ്റ്റ്യനുകൾ നോക്കുമ്പോഴും ആ ക്വസ്റ്റ്യന്റെ
ഏത് ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കുക, എന്നിട്ട് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? സിലബസിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും, ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് അവസാന പടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഒരേ ഏരിയയിൽ നിന്ന് വന്ന അല്ലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇയറുകളിൽ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയകൾ നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ആ ഏരിയകൾ എന്ത് ചെയ്യുക? ഇതുപോലെ ക്വസ്റ്റ്യനുകൾ വെച്ച് കണ്ടെത്തി ആ ഏരിയ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യനുകൾ കണ്ടു, ആൻസർ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് മാർക്ക് ചെയ്തൊക്കെ ഇടുക ആൻസറുകൾ. നമ്മൾ എന്ത് ചെയ്യും? ആ ഏരിയ കറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും? തിരിച്ചു വന്ന് നിങ്ങൾ തന്നെ ഈ ആൻസർ 3 എണ്ണത്തിന്റെ ആൻസർ നിങ്ങൾ തന്നെ പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഏരിയ എവിടുന്ന് വന്നാണ്, ഏതൊരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? നോൺ പെർഫോമിംഗ് അസറ്റ്സ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് അഥവാ NPA എന്താണെന്ന് നോക്കാം. ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് the interest and or installment of a principal has remained എന്താണ് പാസ്റ്റ് ഡ്യൂ ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡ് ആയിട്ട് എന്താണ് അതിൽ നിന്നും യാതൊരു രീതിയിലുള്ള ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. അത് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഡ്യൂ ആയി കിടക്കാണ്. എന്ത് ചെയ്യുന്നില്ല? അതിൽ നിന്നൊന്നും തന്നെ കിട്ടുന്നില്ല, ഡ്യൂ ആയി കിടക്കാണ്. അത്തരത്തിലുള്ള അസറ്റുകളാണ് ഇതെന്ന് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ ടേം, ദ അസറ്റ്സ് ഈസ് tagged as non performing when it causes to generate ഇൻകം ഫോർ ദ ലെൻഡർ. എന്ത് സംഭവിക്കുന്നില്ല? യാതൊരു രീതിയിലുള്ള ഇൻകവും ലെൻഡർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അസറ്റുകളെയാണ് എന്തെന്ന് ടാഗ് ചെയ്തേക്കുന്നത്? ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള ലേബലിൽ വന്നിരിക്കുന്നു. ഓർത്തോണം കേട്ടോ. എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്? നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റിലോ ഇൻസ്റ്റാൾമെന്റിലോ പ്രിൻസിപ്പൽ എമൗണ്ടിലോ ഒക്കെ എന്താണ് ഇങ്ങനെ ഡ്യൂ ആയിട്ട് ഒരുപാട് എമൗണ്ടുകൾ ഇങ്ങനെ ഡ്യൂ ആയിട്ട് കിടക്കുകയാണ്. അതായത് പേയ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. ആ രീതിയിൽ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഡ്യൂ ആയി കിടക്കുകയാണ്. അത്തരത്തിലുള്ള അസറ്റുകളാണ് എന്തെന്ന് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നില്ല? റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. ഇനി എന്താണ് പറഞ്ഞത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ദ നോൺ പെർഫോമിംഗ് അസറ്റ്സ് അക്കോർഡിംഗ് ടു ദ എന്താണ് ഇന്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഓഫ് 90 days ഓവർ ഡ്യൂ നോംസ്. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോംസ് അനുസരിച്ച് 90 ദിവസത്തിൽ കൂടുതൽ അല്ലെ 90 ദിവസമാണ് 90 days ഓവർ ഡ്യൂ ആയിട്ട് കിടക്കുന്ന അസറ്റുകളാണ് ഏതെന്ന് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദീസ് നോംസ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഈസ് സച്ച് എ ലോൺ ഓർ അഡ്വാൻസസ് ഗിവൺ ബൈ എ ബാങ്ക് വേർ ദ ഇൻട്രസ്റ്റ് ഓർ ഇൻസ്റ്റാൾമെന്റ് ഓർ അതർ പ്രിൻസിപ്പൽ സം റിമൈൻസ് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 90 days. അതായത് എന്താണ്? 90 ദിവസത്തിൽ കൂടുതലായിട്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലോണോ അഡ്വാൻസസോ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ? എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ലോൺസ് ഓർ അഡ്വാൻസസ് ഗിവൺ ബൈ ദ ബാങ്ക് അല്ലെ, ബാങ്ക് കൊടുത്തേക്കുന്ന ലോൺസ് അഡ്വാൻസ് അതിൽ നിന്ന് യാതൊരു രീതിയിലുള്ള എന്താണ് ഇൻട്രസ്റ്റോ ഇൻസ്റ്റാൾമെന്റോ പ്രിൻസിപ്പൽ സമ്മോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് റിട്ടേൺ ആയിട്ട് തിരിച്ച് കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിൽ അത് ഡ്യൂ ആയി കിടക്കുകയാണെങ്കിൽ എത്ര ഡേയ്സ് ആണെന്ന് ഓർത്തോണം? 90 days, 90 ദിവസത്തിൽ കൂടുതലായിട്ട് ഇത് എന്ത് ചെയ്യാണ്? ഡ്യൂ ആയി കിടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകളെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഏത് നോം അനുസരിച്ചാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോംസ് അനുസരിച്ചാണ് കേട്ടോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്ന അനുസരിച്ചാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദ ടൈപ്സ് ഓഫ് അസറ്റ്സ് ഇൻ ബാങ്ക്സ് ബുക്ക്. ബാങ്കിന്റെ ബുക്കിൽ വരുന്ന ടൈപ്സ് ഓഫ് അസറ്റ്സ് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യത്താണ് സ്റ്റാൻഡേർഡ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സ് വിച്ച് ആർ ജനറേറ്റിംഗ് റെഗുലർ ഇൻകം ഇൻ ദ ബാങ്ക്. ബാങ്കിന് എന്താണ് കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നോൺ പെർഫോമിംഗ് ആണോ? അല്ലല്ലേ. റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള അസറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അസറ്റ്. ഓർത്തു വെച്ചോണം കേട്ടോ. സ്റ്റാൻഡേർഡ് അസറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലർ ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തല്ല നോൺ പെർഫോമിംഗ് അസറ്റ് അല്ല, ബാങ്ക് ബുക്കിൽ വരുന്ന മറ്റൊരു അസറ്റ് ആണ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അസറ്റ്സ് വിച്ച് ആർ ജനറേറ്റിംഗ് റെഗുലർ ഇൻകം. പഠിച്ചു വെച്ചോണേ, ജനറേറ്റിംഗ് റെഗുലർ ഇൻകം. ഇനി എന്താണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആൻ അസറ്റ് വിച്ച് ഈസ് ഓവർ ഡ്യൂ ഫോർ എ പീരീഡ് ഓഫ്
more than 90 days, more than 90 days but less than 12 months. എന്താണ് ഇവിടെ എന്താണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 90 ദിവസത്തിൽ കൂടുതലായിട്ട് എന്താണ് ഡ്യൂ ആയിട്ടുമുണ്ട്, എന്നാൽ എത്ര മാസം ആയിട്ടില്ല, 12 മാസം, അതായത് ഒരു വർഷം ആയിട്ടുമില്ല. അത്തരത്തിലുള്ള അസറ്റുകളാണ് ഇതെന്ന് പറയുന്നത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. മറന്നു പോകരുതേ, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ഒന്നും മറന്നു പോകരുത്. സബ്സ്റ്റാൻഡേർഡ് അസറ്റിനകത്ത് എന്താ പറയുന്നത്? ദ അസറ്റ്സ് വിച്ച് ഈസ് ഓവർ ഡ്യൂ ഫോർ എ പീരീഡ്, ഓവർ ഡ്യൂ ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 90 days, 90 ദിവസത്തിനേക്കാളും കൂടി, ലെസ് ദാൻ 12 months, ഒരു വർഷത്തെക്കാളും കുറഞ്ഞ് ഇരിക്കുന്നു. അത്തരത്തിലുള്ള ഓവർ ഡ്യൂ ആയിട്ടിരിക്കുന്ന അസറ്റുകളാണ് ഏതെന്ന് പറയുന്നത് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. 2 അസറ്റുകൾ കിട്ടിയില്ലേ? അപ്പൊ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്? 90 daysന് കാലം മേളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്, ഓർത്ത് വെച്ചോണേ. ഇനി അടുത്തത് നോക്കിയേ, ഡൗട്ട്ഫുൾ അസറ്റ്സ്, ആൻ അസറ്റ്സ് വിച്ച് ഈസ് ഓവർ ഡ്യൂ ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 12 months. ഓവർ ഡ്യൂ ആയിട്ട് എത്രയാണ്? 12 മാസത്തിൽ കൂടുതലായിട്ട് ഓവർ ഡ്യൂ ആയിട്ടിരിക്കുന്ന അസറ്റുകളാണ് ഏതെന്ന് പറയുന്നത് ഡൗട്ട്ഫുൾ അസറ്റ്സ്. ഓർത്ത് വെച്ചോണം, 12 മാസത്തിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഓവർ ഡ്യൂ ആയിട്ടിരിക്കുന്ന അസറ്റുകളാണ് ഏതെന്ന് പറയുന്നത് ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലോസ് അസറ്റ്. എന്താണ് ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ്സ് വിച്ച് ആർ ഡൗട്ട്ഫുൾ ആൻഡ് കൺസിഡേർഡ് ആസ് എ നോൺ റിക്കവർ ബൈ ബാങ്ക്, എന്താണ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റർ ഓർ സെൻട്രൽ ബാങ്ക് ഇൻസ്പെക്ടർ. എന്താണ് പറഞ്ഞേക്കുന്നത്? യാതൊരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇനി ആ അസറ്റിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ഇൻകവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അത്തരത്തിലുള്ള അസറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണം, ഇസ് കൺസിഡേർഡ് ആസ് നോൺ റിക്കവറബിൾ. എന്താണ്? റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ലാത്ത, അതിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ഇൻകവും ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല, റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അത്തരത്തിലുള്ള അസറ്റുകളെയാണ് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, എന്താണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്? ഇത് ഓർത്ത് വെച്ചോണം, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്സ് ആർ NPA. എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്സിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ് വരും, ഡൗട്ട്ഫുൾ അസറ്റ്സ് വരും, ലോസ് അസറ്റ്സ് വരും. അപ്പൊ എന്ത് വരത്തില്ല? സ്റ്റാൻഡേർഡ് അസറ്റ് വരത്തില്ല. ബിക്കോസ് സ്റ്റാൻഡേർഡ് അസറ്റ്സിന് എന്താണ്? റെഗുലർ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടോ, നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഏരിയ പഠിച്ചു അല്ലെ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ് പഠിച്ചത്. വളരെ കുറച്ച് നേരം കൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഏരിയ പഠിച്ചു. ഇനി അതിൽ നിന്ന് വന്ന 3 ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ പറ്റുമല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ക്വസ്റ്റ്യൻ നോക്കിക്കേ, അക്കോർഡിംഗ് ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോംസ്, എ ലോൺ ഈസ് ക്ലാസിഫൈഡ് ആസ് നോൺ പെർഫോമിംഗ് അസറ്റ് ഇഫ് ദ ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഇൻസ്റ്റാൾമെന്റ് റിമൈൻ ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 90 days. ഓപ്ഷൻ സി അല്ലെ? നമ്മളിപ്പോ പഠിച്ചു 90 days ആണെന്നുള്ളത്. നിങ്ങൾ തന്നെ ആൻസർ ചെയ്തു അല്ലെ? ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, ആൻസർ എന്താണ്? കറക്റ്റ് ആൻസർ സി ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ദ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആസ് ലോൺ ഓർ അഡ്വാൻസസ് വേർ ദ ഇൻട്രസ്റ്റ് ഓർ ഇൻസ്റ്റാൾമെന്റ് ഓഫ് പ്രിൻസിപ്പൽ റിമൈൻസ് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 90 days. കണ്ടോ, മോർ ദാൻ 90 days. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ഡിയും ഒക്കെ എന്താണ്? എയും ബിയും ഡിയും ഒക്കെ തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. നിങ്ങൾക്ക് മനസ്സിലായി കാണും. കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് അല്ലാത്തത്? നോട്ട് അല്ലെ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് അല്ലാത്തത്? നമ്മൾ പഠിച്ചു അല്ലെ? സബ്സ്റ്റാൻഡേർഡ് അസറ്റും ഡൗട്ട്ഫുൾ അസറ്റും ലോസ് അസറ്റും ഒക്കെ എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ് ആണ് അല്ലെ? ഇത് 3 എണ്ണവും എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. NPA ആണെന്ന് നമ്മൾ പഠിച്ചു. ബിക്കോസ് എന്താണ്? സ്റ്റാൻഡേർഡ് അസറ്റ് അല്ല. എന്തുകൊണ്ടല്ല? സ്റ്റാൻഡേർഡ് അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലർ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. നോക്കിയേ, ഓപ്ഷൻ എ ആണ് ആൻസർ. സ്റ്റാൻഡേർഡ് അസറ്റ്സ് അല്ലെ? സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സ്റ്റാൻഡേർഡ് അസറ്റ്സ് ആർ ദോസ് ദാറ്റ് ജനറേറ്റ് റെഗുലർ ഇൻകം ഫോർ ദ ബാങ്ക്. സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അസറ്റ്സ് ആർ ദ ടൈപ്സ് ഓഫ് NPA. നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പറയാം. നമ്മൾ പഠിച്ചതാണ്, അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചാണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കറക്റ്റ്ലി കാറ്റഗറൈസ് ദ ടൈപ്സ് ഓഫ് അസറ്റ്സ് ഇൻ ബാങ്ക്സ് ബുക്സ് അക്കോർഡിംഗ് ടു ദെയർ പെർഫോമൻസ് ആൻഡ് ഓവർ ഡ്യൂ? നോക്കിയേ, ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്?
നോക്കിയേ, സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 90 days ആണോ സ്റ്റാൻഡേർഡ് അസറ്റ്? അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്ഷൻ എ തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ബി നോക്കിയേ, സ്റ്റാൻഡേർഡ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്? ജനറേറ്റിംഗ് റെഗുലർ ഇൻകം, അവിടെ ശരിയാണ്. ഇനി അടുത്ത നോക്കിയേ, സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ഓവർ ഡ്യൂ ഫോർ 90 days ലെസ് ദാൻ 12 months, അതും ശരിയാണ്. ഡൗട്ട്ഫുൾ അസറ്റ്സ് ഓവർ ഡ്യൂ ഫോർ 12 months, അതും ശരിയാണ്. അടുത്ത നോക്കിയേ, ലോസ് അസറ്റ് നോൺ റിക്കവറബിൾ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് മറ്റു ഓപ്ഷനിലോട്ട് നോക്കാം എന്താണ് തെറ്റ് വന്നേക്കുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റ് നോക്കിയേ, ജനറേറ്റിംഗ് റെഗുലർ ഇൻകം ശരിയാണല്ലേ? ജനറേറ്റിംഗ് റെഗുലർ ഇൻകം. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ഓവർ ഡ്യൂ ഫോർ ലെസ് ദാൻ 90 days, അപ്പൊ തന്നെ അത് തെറ്റിയില്ലേ? ലെസ് ദാൻ 90 days, അപ്പൊ തന്നെ ഓപ്ഷൻ സി തെറ്റിപ്പോയി. ഇനി ഡി നോക്കിയേ, സ്റ്റാൻഡേർഡ് അസറ്റ് ജനറേറ്റിംഗ് റെഗുലർ ഇൻകം ശരിയാണ്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് നോക്കിയേ, ഓവർ ഡ്യൂ ഫോർ 90 days ടു ലെസ് ദാൻ 12 months, അത് ശരിയാണ്. ഡൗട്ട്ഫുൾ അസറ്റ്സ് ഓവർ ഡ്യൂ ഫോർ 6 months ടു 12 months എന്തായിരുന്നു? അപ്പൊ അവിടെ തെറ്റിപ്പോയി. അപ്പൊ ഓർത്ത് വെക്കുക, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഇവിടെ നോക്ക്, ഇവിടെ എല്ലാ അസറ്റിനെ പറ്റിയും നോളജ് ഉള്ള ആൾക്കേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റണം. സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്? ജനറേറ്റിംഗ് റെഗുലർ ഇൻകം ആണ്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ ഡ്യൂ ഫോർ 90 days ലെസ് ദാൻ 12 months ആണ്. ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 12 months ആണ്. ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റിക്കവറബിൾ ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താണ്, ഒരു പർട്ടിക്കുലർ ഒരു വളരെ കുഞ്ഞൊരു ഏരിയ ആണ് പഠിച്ചത്. പക്ഷെ ആ ഏരിയയിൽ 3 ക്വസ്റ്റ്യനുകളും ചെയ്തു. ഇങ്ങനെ നിങ്ങൾ പഠിക്കണം. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് മറ്റൊരു ഏരിയയിലേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മളിവിടെ സ്റ്റാൻഡേർഡ് അസറ്റിന്റെ കാര്യം പറഞ്ഞു. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കുക. എന്താണ്? What is the role of the Reserve Bank of India in the context of NBA? NBA റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോൾ എന്താണ്? NBA റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോൾ എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത്. നോക്കിയേ, NBA എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? നോൺ പെർഫോമിംഗ് അസറ്റ്സിനകത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോൾ എന്താണ്? പ്രൊവൈഡിംഗ് ലോൺസ് ടു ബിസിനസിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണോ? അല്ല. റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ബാങ്ക് ആണോ? നമുക്ക് നോക്കാം. അടുത്ത എന്താ പറഞ്ഞ ഇൻവെസ്റ്റിംഗ് കോർപ്പറേറ്റ് ബോണ്ടുകൾ എന്താണ്? ബോണ്ടുകളൊക്കെ എന്താണ് അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണോ? അല്ല. പിന്നെന്താണ്? കണ്ടക്ടിങ് ദ മോണിറ്ററി പോളിസി കണ്ടക്ട് ചെയ്യുന്നതാണോ? ഏതിന്റെ കേസിലാന്ന് ഓർക്കുക? NPA കേസ്. NPA എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ്. ഏത് കോൺടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബാങ്ക് ബുക്കിൽ എന്താണ്? ബാങ്കുമായി ബന്ധപ്പെട്ട അല്ലെ ബാങ്കുകളിൽ എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റുകളുമായി ബന്ധപ്പെട്ട കേസിൽ എന്താണ് റിസർവ് ബാങ്ക് എന്താണ് ചെയ്യുന്നത്? റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് ദ ബാങ്ക് അല്ലെ, അതുമായിട്ടാണ് അത് ആ ഒരു ജോലിയാണ് ആര് ചെയ്യുന്നത്? റിസർവ് ബാങ്കുകളിൽ ചെയ്യുന്നത്. ഏത് കോണ്ടെക്സ്റ്റില്? NPA കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോഴത്തേക്കിന് അത് ഓർത്ത് വെച്ചോണം. ഇതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ആൻസർ ബി ആണ്. എന്താണ്? റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ ബാങ്ക് അല്ലെ, റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ ബാങ്ക്. ദ റിസർവ് ബാങ്ക് എന്താണ്? RBI റെഗുലേറ്റ് ആൻഡ് സൂപ്പർവൈസ് ദ ബാങ്ക്സ് ടു എൻഷർ ദ സ്റ്റെബിലിറ്റി ആൻഡ് മാനേജ് ദ ലെവൽ ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് വിത്തിൻ ബാങ്കിങ് സെക്ടർ അല്ലെ. ബാങ്കിങ് സെക്ടറിലെ നോൺ പെർഫോമിംഗ് അസറ്റ്സുകളെ റെഗുലേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ആ ഒരു ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. NPA എന്നുള്ള ഏരിയ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഏരിയ പഠിക്കാം കേട്ടോ. മറ്റൊരു ഏരിയ പഠിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ കമ്പനി ഹാസ് പെൻഡിങ് ലോ സ്യൂട്ട് ഫോർ എൻവയോൺമെന്റൽ ഡാമേജിന് എന്ത് കൊടുത്തു? ലോ സ്യൂട്ട് കൊടുത്തു. അതെന്താണ്? പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ്? ദ ലീഗൽ ടീം എസ്റ്റിമേറ്റ് ചെയ്തു 75% ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ലോസിംഗ് ദ കേസസ് വിത്തിൻ എസ്റ്റിമേറ്റ് ചെയ്ത ലോസ് എത്രയാണ്? 2 million ആണ്. How should be the company account for the contingent liability in financial statement? അപ്പൊ ഇത് നമ്മൾ പഠിക്കേണ്ട ഏരിയ ആണ്. എന്താണ്? കണ്ടിൻജന്റ് ലൈബിലിറ്റി. കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്താണെന്ന് അറിയാം. കണ്ടിൻജന്റ് ലൈബിലിറ്റി ഈസ് നോട്ട് ആൻ ആക്ച്വൽ ലൈബിലിറ്റി അല്ലെ. ആക്ച്വൽ ആയിട്ടുള്ള ഒരു ലൈബിലിറ്റി അല്ല. ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി ഹാപ്പൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് അത് ലൈബിലിറ്റി ആയിട്ട് മാറും എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇതെങ്ങനെയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് താഴെ ഒരു ഫുട് നോട്ട് പോലെ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് എങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഇവർ പറഞ്ഞേക്കുന്നത് എന്താണ്? കമ്പനി ഹാസ് എ പെൻഡിങ് ലോ സ്യൂട്ട് ആണ്. അപ്പൊ ഇവിടെ അവർ ലീഗൽ ടീം എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്ന എത്രയാണ്? 75% ആണ്. അതൊരു പ്രോബബിലിറ്റി ആണ്, എത്ര ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്താണ്? കറക്റ്റ് എസ്റ്റിമേറ്റഡ് ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 million ആണ് കറക്റ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റഡ് ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ കമ്പനിയുടെ
എന്താണ് കണ്ടിജന്റ് ലൈബിലിറ്റി ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എത്ര റെക്കോർഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം പറഞ്ഞേക്കുന്നതാണ് റെക്കോർഡ് 2 million ലൈബിലിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എത്രയാണ് 2 million തന്നെ നമ്മൾ എന്ത് ചെയ്യും രേഖപ്പെടുത്തും. പിന്നെ അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് ഡിസ്ക്ലോസ് ദ കണ്ടിജന്റ് ലൈബിലിറ്റി ഇൻ ദ നോട്ട് വിത്തൗട്ട് റെക്കോർഡിംഗ്. കണ്ടിജന്റ് ലൈബിലിറ്റി എന്ത് ചെയ്യത്തില്ല റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇഗ്നോർ ദ കണ്ടിജന്റ് ലൈബിലിറ്റി ആസ് ഇറ്റ് ഈസ് നോട്ട് സർട്ടൺ. കണ്ടിജന്റ് ലൈബിലിറ്റി എന്ത് ചെയ്യുന്നില്ല ഇഗ്നോർ ചെയ്യുകയാണ്. അതെന്താണ് സർട്ടൺ അല്ല നടന്നില്ല അല്ലെങ്കിൽ അതില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല അത് റെക്കോർഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് വൺ എന്താ പറഞ്ഞേക്കുന്നത് റെക്കോർഡ് എ ലൈബിലിറ്റി ഓൺലി ഇഫ് ദ കമ്പനി ലോസസ് ദ ലോസ്യൂട്ട്. എന്താ പറഞ്ഞേക്കുന്നത് റെക്കോർഡ് എ ലൈബിലിറ്റി ഓൺലി ഇഫ് ദ കമ്പനി ലോസസ് ദ ലോസ്യൂട്ട്. എത്രയാണോ എന്താണ് ഇവിടെ ഒരു ടീം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ 75% ആണ് പ്രോബബിലിറ്റി ഓഫ് ലോസ്യൂട്ട് എന്ന് പറഞ്ഞേക്കുന്നത്. എത്രയാണോ ആ ടീം പറഞ്ഞേക്കുന്നത് അത്ര മാത്രമേ എന്ത് ചെയ്തുള്ളൂ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. റെക്കോർഡ് ദ ലൈബിലിറ്റി ഉള്ളി എത്രയാണോ ലൈബിലിറ്റി അത് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ എന്നാണ് ഏതിൽ പറഞ്ഞേക്കുന്നത് നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്. ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇത് ഏതാണ് കണ്ടിൻജന്റ് ലൈബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടിൻജന്റ് ലൈബിലിറ്റി നോക്കിയിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം ആൻസർ പറയാം അല്ലെ. എന്താണ് കണ്ടിൻജന്റ് ലൈബിലിറ്റി? Contingent liability is a potential obligations that may be arises depending on the outcome of a future event that is uncertain and not fully with the control of the entity. അതായത് എന്താണ് ആ ഒരു എൻറ്റിറ്റിയുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമൊന്നുമല്ല. കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലൈബിലിറ്റി ആണ് ഏതെന്ന് പറയുന്നത് കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓൺലി ഇഫ് certain conditions are met. അതെന്താണ് ചില കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ കണ്ടിജന്റ് ലൈബിലിറ്റി എവിടെ എഴുതത്തുള്ളൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എഴുതത്തുള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ആ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ ഒബ്ലിഗേഷൻ. എന്താണ് കണ്ടിജന്റ് ലൈബിലിറ്റി ഈസ് റെപ്രസെന്റ് ദ പോസിബിൾ ഒബ്ലിഗേഷൻ ദാറ്റ് കുഡ് ബിക്കം ആക്ച്വൽ ലൈബിലിറ്റി. ഇതെങ്ങനെയാണ് കണ്ടിജന്റ് ലൈബിലിറ്റി എങ്ങനെയാണ് ആക്ച്വൽ ലൈബിലിറ്റി ആയിട്ട് മാറുന്നത് ഇഫ് ദ എന്താണ് ഫ്യൂച്ചർ ബേസ്ഡ് ഓൺ ദ ഒക്കുറൻസ് ഓഫ് വൺ ഓർ മോർ അൺസർട്ടൺ ഇവന്റ്സ്. ഒന്നോ അതിലധികമോ അൺസർട്ടൺ ആയിട്ടുള്ള ഇവന്റുകൾ ഹാപ്പൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ആക്ച്വൽ ലൈബിലിറ്റി ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഈ ലൈബിലിറ്റി ഉണ്ടോ? ഇങ്ങനെ ഒരു ലൈബിലിറ്റി ഇല്ല. ഇനി എന്താണ് ഇതിന്റെ എന്താണ് കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്തൊക്കെ കണ്ടീഷൻ ആണെന്ന് നോക്കാം. എന്താണ് ഫോർ ദ കണ്ടിൻജന്റ് ലൈബിലിറ്റി ടു ബി റെക്കോർഡഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദ ഫോളോവിങ് കണ്ടീഷൻ മസ്റ്റ് ബി മെറ്റ്. അതായത് എന്താ പറഞ്ഞേക്കുന്നത് കണ്ടിൻജന്റ് ലൈബിലിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്തായിരിക്കണം ദ ഫ്യൂച്ചർ ഇവന്റ് പ്രോബബിൾ ചെയ്യണം. എത്രയാണ് ഫ്യൂച്ചറിൽ ആ ഒരു ഇവന്റ് സംഭവിച്ചാൽ എത്ര ഉണ്ടാകും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം പ്രോബബിൾ ചെയ്യണം. എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അതിനുശേഷം എന്താണ് ദ എമൗണ്ട് ഓഫ് ലൈബിലിറ്റി ക്യാൻ ബി എന്താണ് റീസണബിളി എസ്റ്റിമേറ്റഡ്. അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റ് ആയിട്ട് റീസണബിൾ ആയിട്ട് ആ ഒരു ഇവന്റ് എത്രയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യണം. എന്നിട്ടേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഏത് റെക്കോർഡ് ചെയ്യും ആ എസ്റ്റിമേറ്റഡ് വാല്യൂ റെക്കോർഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ പറയാം അല്ലെ. സിമ്പിൾ ആയിട്ട് ഇവിടെ പറയാം എന്താണ് ഇവിടെ എന്താണ് എത്രയാണ് എസ്റ്റിമേറ്റഡ് വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് വാല്യൂ എത്രയാണ് 2 million ആണ്. ഇവരിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോബബിൾ ചെയ്തിട്ടുണ്ട്. എത്രയാണ് എന്നത് 75% ആണെന്ന് പ്രോബബിൾ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം അവർ എന്ത് ചെയ്തിട്ടുണ്ട് അത് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് 2 million ആണെന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. റെക്കോർഡ് ദ 2 million ലൈബിലിറ്റീസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആ കണ്ടീഷൻസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിന്റെ അകത്ത് ഇനിയും അപ്ലോഡ് ആകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക മസ്റ്റ് ആയിട്ടും നമ്മളുടെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ നെറ്റിന്റെ പുതിയ ഒരു ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിസംബറിൽ നമ്മുടെ നെറ്റ് എക്സാം ഉണ്ട്. ആ നെറ്റ് എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജിയൊക്കെ നല്ല സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ മെന്റർഷിപ്പും ഒക്കെയുള്ള നല്ല ക്ലാസ്സുകളായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നമ്മൾ പഠിച്ച് നിങ്ങളെ ഉറപ്പായും ഈ എക്സാം എന്താണ് ക്രാക്ക് ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ CC-യുമായി ബന്ധപ്പെട്ട നെറ്റ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട CC-യിലെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ എന്താണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് ഇൻഫർമേഷനുകൾ ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്ത് വിവരങ്ങൾ നെറ്റ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട എന്ത് വിവരങ്ങൾ അറിയാനും CC-യുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. CC നിങ്ങളോടൊപ്പം ഉണ്ട്. ഉറപ്പായും നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മറക്കണ്ട ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്